എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്കയും കൊണ്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 പാവയ്ക്ക കനം കുറച്ചരിഞ്ഞത്, 1 കപ്പ് കപ്പലണ്ടി, 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇനി ഒരു പാത്രത്തിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് പാവയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. പാവയ്ക്ക് ഒരു ബ്രൗൺ കളറായി മുരിഞ്ഞു വരുമ്പോഴേക്കും ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത്, കപ്പലണ്ടി, പച്ചമുളക്, കറിവേപ്പില ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ വെറൈറ്റി പാവയ്ക്ക ഫ്രൈ ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.